ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ആശയ ഗാംഭീര്യമുള്ള ഒരു പ്രസംഗത്തിന് ശേഷം ഞാൻ എന്താണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ വളരെ ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നെ ഇവിടെ ക്ഷണിച്ചത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ്. ആദ്യം ചാടിക്കേറി ഏറ്റു, പിന്നീടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഗൗരവം ആലോചിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നത്തിൽ അത് സഫർ ചെയ്യുന്ന ആൾക്കാരോട് വന്ന് അതിൻ്റെ സഫറിങ്ങിനെ കുറിച്ച് ഞാൻ തന്നെ വന്ന് പറയണം. വേറെ ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് പോയി പറയാം ഇനി ഇന്ന കുഴപ്പങ്ങളുണ്ടെന്ന്. അത് നിത്യേന കണ്ടറിയുന്ന അനുഭവിച്ചറിയുന്ന ആൾക്കാരോട് ഞാൻ വീണ്ടും വന്നത് പറഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംശയത്തിൽ ഞാനിങ്ങനെ ഒരു മനസ്സിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ സംഘാടകരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, സാരമില്ല, ഒരു സംശയവും വേണ്ട, പോന്നേരെ, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ പറഞ്ഞാൽ മതി. തോന്നണ പറയാനാണെങ്കിൽ ഞാൻ ഏറ്റവും ഞാനും പറഞ്ഞു. തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കുറച്ചു കാലം മുമ്പ് വളരെ പ്രമുഖനായ ഒരു നേതാവ്, നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു നേതാവ് തന്നെ പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട പാരിസ്ഥിതിക വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളിന് അറിയുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ മറച്ചു വയ്ക്കുന്നു. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്യുന്നു, ഇനി ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ മനുഷ്യർക്കും വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണ്ടേ. അത് കേട്ടപ്പോൾ ഞാൻ വേറൊരു മണ്ടനാണ്. അപ്പം എനിക്കൊരു സംശയം തോന്നി, അപ്പം ഈ പരിസ്ഥിതി ആർക്ക് വേണ്ടിയിട്ടാണ്? പരിസ്ഥിതിയും മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊരു സംശയം വന്നു. എൻ്റെ ഒരു കൊച്ചുകുട്ടി എന്നോടൊന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പം ഈ പറഞ്ഞതിനകത്ത് എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ കുഴപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ ഞാൻ വിടുന്നു. ഒരുപക്ഷെ നമ്മുടെ ഇവിടെയുള്ള വിവിധ ആൾക്കാർ, നേതാക്കളായിരുന്നാലും ശരി, ഒരുപക്ഷെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളായിരുന്നാലും ശരി, തീരുമാനമെടുക്കുമ്പോൾ ഈ രീതിയിലാണ് സമീപിക്കുന്നത്. എന്താണ്? പരിസ്ഥിതി പ്രശ്നം അത് വേറെ, മനുഷ്യരുടെ പ്രശ്നം അത് വേറെ. ഇതെങ്ങനെയാണ് സാധ്യമാവുക? അവിടെയാണ് സുഭാഷ് സാറ് പറഞ്ഞു നിർത്തിയ അഭിമാനത്തോടും കൂടി സ്വന്തം നാട്ടിൽ ജീവിക്കുവാനുള്ള മരണത്തിനും ജനനത്തിനും ഇടയ്ക്കുള്ള സമയം, അതാണല്ലോ ജീവിതം. അതിനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുക അല്ലെങ്കിൽ സമരം ചെയ്യുക എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ പറയുന്നു, ജീവിതം എന്ന് പറയുന്നത് ജനിക്കുമ്പോഴേ നമ്മൾ സമരം ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഒരുപക്ഷെ അവസാനം വരെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരം തന്നെയാണ് ജീവിതം. അതുകൊണ്ട് ഞാൻ 2 വരി പാടാമെന്ന് പറയുന്നില്ല, പറയാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു പുഴകളും. ഇത് ഞങ്ങൾ സ്ഥിരം പാടി നടക്കുന്ന പാട്ടാണ്. ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. തണലു കിട്ടാൻ തപസിലാണിവിടെ എല്ലാ മലകളും. ഇതാണ് ഞങ്ങൾ പാടി നടന്നത്. ആ വരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. തണൽ കിട്ടാൻ തപസിലാണെന്ന് ഇവിടെ എല്ലാ മലകളെല്ലാം മൊട്ടയാക്കിയ മരങ്ങളെല്ലാം വെട്ടിമുറിച്ചു, നാട് മുഴുവൻ നശിപ്പിച്ചു, കട്ടുമുടിച്ചു. അത് ഞങ്ങൾ പാടിയപ്പോൾ ചില ഭസ്മാസുരന്മാർ വിചാരിച്ചു, എന്നാ പിന്നെ മലയെ ഇല്ലാതാക്കി കളയാം, പിന്നെ പ്രശ്നമില്ലല്ലോ. മലകളിലെ മരങ്ങളില്ല എന്ന് പാടിയത് കൊണ്ട് മലയെ വേണ്ട എന്ന് ചില ആൾക്കാർ തീരുമാനിക്കുകയും നേരത്തെ സാധനം JCBക്ക് ഒരു പുതിയ നിർവചനമൊക്കെ കൊണ്ടുവന്നു. എന്താണ് സാർ? ജന്മഭൂമിയെ കൊല്ലുന്ന ഭൂതം. ഇതേപോലുള്ള ചില സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് മലകൾ തന്നെ ഈ നാട്ടിൽ വേണ്ട എന്ന് ചിലരങ്ങും ദൃഢവ്രതമെടുത്തിരിക്കുകയാണ്. അത്തരം ആൾക്കാർക്ക് എന്നും ചൂട്ടുപിടിക്കുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ട്. അവരെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതിനെ വാസ്തവത്തിൽ വ്യക്തമായ ഒരു സമീപനം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. സാറ് പറഞ്ഞു അവരെ വിൻ ചെയ്യണം, അവരോടായി നമ്മളോടൊപ്പം കൊണ്ടുവരണം, കഴിയുമെങ്കിൽ നല്ലത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിടുന്നു. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോഴേ ഈ പൊടിപടലങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് പ്രവൃത്തിയെടുക്കാനായിട്ട് എല്ലാവരും ഒന്നും പോകില്ലായിരുന്നു. യൂറോപ്പിലായിരുന്നാലും ശരി, ഇന്ത്യയിലായിരുന്നാലും ശരി, താജ്മഹലിന്റെ എല്ലാ ചരിത്രവും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. പൊടി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പ്രവൃത്തി എടുത്തുകൊണ്ടിരുന്നവർ ആരാണെന്ന് അറിയോ? അടിമകൾ.
അവിടെ ജീവിക്കുന്നത് അടിമകൾ, അവിടേക്ക് പറഞ്ഞു വിടുന്ന ആൾക്കാര് ക്രിമിനലുകൾ, കുറ്റത്തിന് ശിക്ഷ അർഹിക്കുന്നവർ, നാട് കടത്തപ്പെടുന്നു. അതുപോലെ നീ അവിടെ പോയി 10 വർഷം താമസിക്കണം. ഇതാണ് റഷ്യക്കാർ സൈബീരിയയിലേക്ക് ആളെ കടത്തിവിടുന്ന കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ്, പൊടിപടലം നിറഞ്ഞ സ്ഥലങ്ങളിലെ ആൾക്കാരെ, കുറ്റകൃത്യം ചെയ്തവര്, ക്രിമിനലുകള്, അടിമകള്, അങ്ങനെയുള്ള മനുഷ്യരാണ് വിട്ടുകൊണ്ടിരുന്ന ഒരു കാലം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫ്യൂഡലിസം മാറി, ജന്മിത്തം മാറി, മുതലാളിത്തമൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതൽ ഫാക്ടറികള്, കൂടുതൽ ഉൽപ്പന്നങ്ങള്, കൂടുതൽ കോളനികള്, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് ആൾക്കാർക്ക് വാസ്തവത്തിൽ അറിയില്ലായിരുന്നു ഈ പൊടിയുടെ, പുകയുടെ, ശബ്ദത്തിന്റെ ആരോഗ്യത്തിനെതിരെയുള്ള അല്ലെങ്കിൽ രോഗത്തിന്റെ പ്രസക്തി, ഈ പൊടിപടലങ്ങൾ എന്ത് തരത്തിലാണ് ആരോഗ്യത്തിന് ഹാനിയാകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തില് 20-ാം നൂറ്റാണ്ടോടുകൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വ്യക്തമായ ചില സൂചനകൾ മനുഷ്യർക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങൾ പേപ്പറിനകത്തൊക്കെ ഇന്ന് ഇപ്പോൾ സിലിക്കോസിസ് എന്നോ ന്യൂമോകോണിയോസിസ് എന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങൾ ഡോക്ടർമാർക്ക് പലർക്കും ഇതൊന്നും അറിയില്ല എന്നുള്ള സത്യം കൂടെ പറഞ്ഞോട്ടെ. പൊടിയിലേറെ നമ്മൾ ഒത്തിരിയേറെ ശ്വസിച്ച് കഴിയുമ്പോഴേ പൊടിക്കൊരു പ്രത്യേകതയുണ്ട്. പൊടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈസിലാണ് പൊടികൾ വരുന്നത്. ഇപ്പോൾ വലിയ പാർട്ടിക്കിൾ സൈസ് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ മൂക്കിലോ വായിലോ ഒക്കെ തന്നെ തടഞ്ഞു പോകും. ചെറിയ പൊടിപടലങ്ങളാണ് അപകടകാരികളായിട്ട് വരുന്നത്. കാരണം നമ്മൾ വലിച്ചു കയറ്റുമ്പോൾ ശ്വാസകോശത്തിന്റെ അകത്തേക്ക് കയറി പോകാൻ തിരിച്ച് വഴി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വഴി അറിഞ്ഞുകൂടാ പൊടിക്കേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് അവിടെ എവിടെയെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ച് ഈ സാധനം അവിടെ ഇരിക്കും. അങ്ങനെ ഇരുന്നാൽ ശരീരത്തിന് സ്വാഭാവികമായിട്ട് അതിനെ എതിർക്കുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ചില രാസമാറ്റങ്ങൾ ശ്വാസകോശത്തിനകത്ത് സംഭവിക്കും. ഇതിനെ പുറത്ത് കളയാൻ കഴിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ പിന്നെ അത് അവിടെ ഇരുന്നോട്ടെ, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ പൊതിഞ്ഞു വെക്കും. അങ്ങനെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ശ്വാസകോശത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം പൊതി കൊണ്ട് നിറയും. അങ്ങനെ പൊതി കൊണ്ട് നിറയുമ്പോൾ ശ്വസിക്കാനായിട്ടുള്ള കോശങ്ങൾക്ക് സർഫസ് ഉണ്ടാവില്ല, ശ്വാസം തടസ്സപ്പെടും. ഈ ഒരു സാഹചര്യത്തിനാണ് നമ്മൾ സിലിക്ക കൊണ്ടുണ്ടാകുന്നത് കൊണ്ടാണത് സിലിക്കോസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മൈനുകളിലാണ് സാധാരണ പറയുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്വാറിയിൽ പണിയെടുക്കുന്ന അവരുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവും. അവരാരും അതിന് രക്ഷപ്പെടാൻ പോണില്ല. അത് ഇതേപോലെ നമ്മളെ വഴിവെക്കിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും. ഒരു പക്ഷേ നമുക്ക് ഇപ്പൊ റോഡ് നന്നാക്കുകയും വണ്ടികൾ നേരെ ചൊവ്വേ നനയ്ക്കുകയും മൂടുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് പൊടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ പൊടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം തീരുന്നതല്ല ഈ പ്രശ്നം. അവിടെയാണ് സാർ സൂചിപ്പിച്ചത്, ഇത് ഇവിടുത്തെ പരിസ്ഥിതിയുടെ, ഇവിടെ മനുഷ്യന്റെ, ഇവിടുത്തെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. അവിടെ പോയി എന്നാ പിന്നെ വികസനം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു വരി കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. വികസനം അതു മർത്യ മനസ്സിനിടയിൽ നിന്നു തുടങ്ങണം, വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കാകണം. നേരത്തെ ഇനി വരുന്നൊരു തലമുറയാണ് ഞങ്ങൾ പറയുന്നത്. ഇതില് വികസനം വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ആർക്ക് വേണ്ടിയിട്ട് വികസനം? ആരെയാണ് വികസിപ്പിക്കുന്നത്? ഏതാനും പേരുടെ, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും നാശം നടത്തിക്കൊണ്ട്, എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ട് ഏതാനും പേരുടെ വികസനമാണോ ലക്ഷ്യമിടേണ്ടത്? ഇതാണ് അവിടെ പ്രസക്തമായ ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ഞങ്ങൾ പുകയിലക്കെതിരായിട്ട് സമരം ചെയ്തു. അന്ന് പുകയിലക്കെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ എല്ലാം ഭയങ്കര വലിയ കമ്പനിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെക്കാളും കൂടുതൽ ബഡ്ജറ്റ് ഉള്ള കമ്പനിയാണ് ഈ പുകയിലയുടെ കമ്പനികൾ. അവര് പറഞ്ഞു, ഇതിനകത്ത് ഇത്ര ലക്ഷം ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്, അവരെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ദിവസം കൊണ്ട് പുകയില ഇല്ലാണ്ടാക്കണം എന്നല്ല പറഞ്ഞത്. പുതിയ സ്ഥലങ്ങൾ കൊടുക്കാതിരിക്കാം, അവരും മനുഷ്യരാണ്, അവർക്ക് ഇവിടെ ജീവിക്കണം. ഇതിനകത്ത് പണിയെടുക്കുന്ന ആൾക്കാര് അവരും മനുഷ്യരാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ മക്കളാണ്. അവർക്കും ഇവിടെ ജീവിക്കണമെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം. അവരിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ളവരെല്ലാവരെയും നശിപ്പിച്ചിട്ടാകണം എന്ന് ആരും വാശി വയ്ക്കുന്നത് ശരിയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒട്ടേറെ അനധികൃതമായ ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ദോഷം അത് ഇവിടുത്തെ തലമുറയെ ഒന്നാകെ നശിപ്പിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും വളരെ ക്രൂരതയോടും കൂടി ഇത്തരത്തിലൊരു അധാർമിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, കാരണം നേരത്തെ സുഭാഷ് സാറോട് സൂചിപ്പിച്ചു, വിവിധ ഏജൻസികൾ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള
മനുഷ്യർക്കുണ്ടാവുന്ന ഹാർഡ്ഷിപ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഏജൻസികൾ ഇരിക്കുന്നത്. ആ പ്രവർത്തനം പലപ്പോഴും എന്ത് ചെയ്യുന്നു, കണ്ണടച്ചു കൊടുക്കുന്നു സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ണടപ്പിക്കുന്നു സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോഴേ ഇവരെ ഇത് മനസ്സിലാക്കിപ്പിക്കുവാൻ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. ഇതില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകാരികമായി ഒരു ദിവസം കൊണ്ട് പ്രശ്ന പരിഹാരം തേടാൻ പറ്റുന്നതല്ല. മാസങ്ങളോളമോ വർഷങ്ങളോളമോ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നടത്താൻ കഴിയുമെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ തീർച്ചയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അതല്ല എങ്കിൽ വലിയ പ്രയാസവും. പലപ്പോഴും ഇത്തരത്തിലുള്ള പൊടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും പൊടിയുടെ സൈസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിൻ്റെ രാസ സ്വഭാവം അറിയണം. അതല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഇപ്പോൾ പലരുടെയും ഞാനിവിടെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പലരുടെയും ആസ്മയുടെ, ചുമയുടെ, ട്യൂബർക്കുലോസുമായി നേരിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിൽ പോലും പൊടി ഒത്തിരിയേറെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് ക്ഷയരോഗത്തിനെ എതിർക്കുവാനുള്ള ശക്തി കുറയും. ഞാൻ ഇതിന് അപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന പലരുടെയും പേടിയാവും, എനിക്ക് ഇനി TB വരുമെന്ന്. എനിക്കത് എന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ക്യാൻസറിൻ്റെ സാധ്യത താരതമ്യേന കുറവാണ്, പക്ഷേ ക്ഷയരോഗം വളരെ പ്രധാനപ്പെട്ട രോഗമാണ്. ക്ഷയരോഗം വന്നില്ലെങ്കിൽ പോലും തന്നെയും ഇതിൻ്റെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഫൈബ്രോസിസ് അല്ലെങ്കിൽ അതിൻ്റെ റിജിഡിറ്റി, ശ്വാസകോശത്തിൻ്റെ സർഫസ് ഏരിയ കുറയുക, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിനെ ഒത്തിരിയേറെ ബാധിക്കുന്ന കാര്യമാണ്. ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? TBയെ ചികിത്സിക്കാം, പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാം. സിലിക്കോസിസോ? എന്ത് തോന്നുന്നു? ഒന്നും പറയണില്ല. സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഇന്നത്തെ അറിവില് ഇന്ന് ലഭ്യമായ സാങ്കേതിക വിദ്യകൾ നോക്കുമ്പോൾ ഇതിന് മരുന്ന് കൊണ്ട് ചികിത്സിക്കുക പ്രയാസമാണ്. ആ കൂടെ ചെയ്യാൻ പറ്റുന്ന ആളിനെ മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. ശ്വാസകോശം മാറ്റി വയ്ക്കാനുള്ള സങ്കേതം ഇപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ ആ കൂടെ ഉള്ള ആളിനെ ഒന്നാകെ മാറ്റുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ആ കൂടെ ചെയ്യാൻ കഴിയുന്നത് ഇത്തരം രോഗങ്ങൾ വരുന്നത് തടയുക എന്നുള്ളതാണ്. ആ തടയുന്നതിൻ്റെ പ്രക്രിയയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. പൊടിയുടെ കുറയ്ക്കുക, ശ്വസിക്കുന്നത് കുറയ്ക്കുക, വീട് തുടയ്ക്കുക. ഇതൊക്കെ പറയുമ്പോഴും വീട് എത്ര നേരം തുടയ്ക്കുമെന്നാണ് എന്നോട് ഒരാൾ ചോദിച്ചത്. എത്ര നേരം തുടയ്ക്കും? ഓരോ വണ്ടി പോകുമ്പോഴും വീട് തുടയ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിന് തന്നെ ഒരു ആർമി വേണ്ടി വരും. എൻ്റെ കുട്ടികളെ ഞാൻ എങ്ങനെയാണ് വളർത്തുക? എൻ്റെ കുട്ടികളെ ഞാൻ എങ്ങനെയാണ് സ്കൂളിൽ അയക്കുക? അവരുടെ ആരോഗ്യത്തിന് ആരാണ് ഉത്തരം പറയുക? ഇത് ചോദ്യത്തിന് എൻ്റെ ഉത്തരവില്ല. എൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാവും. ഇവിടെ പ്രധാനമായും നമ്മൾ ലക്ഷ്യമിടേണ്ടുന്നത് ഒന്ന്, കഴിഞ്ഞ ഒരു 5 അല്ലെങ്കിൽ 7 വർഷമായിട്ടാണ് ഇതിൻ്റെ ഗൗരവം കൂടി വരുന്നത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നേരത്തെ പറഞ്ഞ വ്യക്തമായ അജണ്ട നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ ഇത്രയും പേര് ഇപ്പം ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 1500-2000 ആളുണ്ടാവും. ഇത്രയും ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ബോധത്തോടും കൂടി ലക്ഷ്യബോധത്തോടും കൂടി നമുക്ക് പ്രവർത്തിക്കാനായാൽ തീർച്ചയായും സുഹൃത്തുക്കളെ ഇതിന് പരിഹാരം കാണാൻ കഴിയും. ആ ലക്ഷ്യബോധത്തോടും കൂടി മുമ്പോട്ട് പോകുവാനുള്ള തയ്യാറെടുപ്പ് നമ്മളെ ഇവിടെ വിഭജിക്കുവാൻ, നമ്മളെ ഇതിനകത്ത് കുറെ പേരെങ്കിലും അടർത്തി മാറ്റുവാൻ, ഇതിൻ്റെ ചരിത്രം നിങ്ങൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാത്തിലും തന്നെയും നമ്മൾ കാണുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നുമില്ലെങ്കിൽ കുറെ പൈസയുടെയെങ്കിലും പച്ചയിൽ ആൾക്കാർ വരും, ഇതിനെ വിഘടിപ്പിക്കുവാൻ നോക്കും. ആ വിഘടനമാണ് ഇതിനെതിരെ നിൽക്കുന്ന ശക്തികൾക്ക് എന്നും കരുത്ത് പകർന്നിട്ടുള്ളത്. ഇവിടെയും അത് സംഭവിക്കാതിരിക്കുവാനുള്ള ഒരു ആർജവം നിങ്ങൾക്കുണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. അനധികൃത ക്വാറികൾ പാടെ നിർത്തണം, ഉടനെ നിർത്തണം. മറ്റുള്ളവയുടെ ഫലപ്രദമായ ഏജൻസികളുടെ നിയന്ത്രണത്തിന് കീഴിൽ മാത്രമേ ബാക്കിയുള്ള നടത്താവൂ. റോഡായിരുന്നാലും തോടായിരുന്നാലും ഇവിടുത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണമെന്നും അത് എൻജോയ് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞിനും അവകാശമുണ്ടെന്നും ആ അവകാശ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളെപ്പോലുള്ളവർ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.